പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ ഇട്ട ഒരു ഹോളിൻ്റെ വീഡിയോ ഇട്ടായിരുന്നല്ലോ, നാട്ടിലെ വീടിൻ്റെ അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നവിടെ ഒരു ബെഡ്റൂമുണ്ട്. അത് ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഈ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമല്ലേ വന്നുള്ളൂ, മോളും ചേട്ടനും വന്നിട്ടില്ല. അപ്പം ഇതാണ് അവിടുന്ന് കൊണ്ടുവന്ന് പെട്ടിയൊക്കെ ഇരിക്കുക. ഇനിയിപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യണം തിരിച്ചു പോകാനുള്ള. അവിടുന്ന് ഹോളിൽ നിന്ന് പിന്നെ വരുന്നത് അടുത്ത കിച്ചണിലോട്ടാണ്, നമ്മുടെ മെയിൻ കിച്ചൺ. ആദ്യത്തെ കിച്ചൺ ഇതായിരുന്നു. ഇവിടെ അടുപ്പൊക്കെ ഉള്ളത്, പക്ഷേ ഇപ്പോൾ ഇവിടെ അടുപ്പൊന്നും ഇതിനകത്ത് കത്തിക്കില്ല, വെളിയിലിട്ടാണ് കഞ്ഞിയൊക്കെ വെക്കുന്നത്. അവിടെ നല്ല സ്ഥലമുണ്ട് സ്റ്റോറേജ് ചെയ്യാനും. പഴയ അടുക്കളയല്ലേ, ഇപ്പോഴത്തെ പുതിയ മോഡേൺ അടുക്കളയൊന്നും അല്ല, പഴയ അടുക്കളയാണ്. എന്നാലും ഒരു വലിയ അടുക്കളയുമാണ്, സ്ഥലങ്ങളും ഉണ്ട് സ്റ്റോറേജിനൊക്കെ ഉള്ളത്. അടുക്കളയുടെ ആ സൈഡിൽ തന്നെ ഒരു റൂമും കൂടെ ഉണ്ട്. ഇവിടെ ആയിരുന്നു പണ്ട് ഞാനും അനിയത്തിയും ഒക്കെ കിടന്നുകൊണ്ടിരുന്നത് കല്യാണത്തിന് മുന്നേ ഒന്നിച്ച്. അവിടെയും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവിടെയും കിടക്കും. അപ്പോൾ അടുക്കള കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഒരു സ്റ്റോർ റൂം പോലെ ഒരു അടുക്കളയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി വലുതാണ്, നല്ല സ്റ്റോറേജ് ഉള്ളതാണ്, സ്റ്റോർ റൂം പോലെ വെച്ചതാണ്. പക്ഷേ അത് അടുക്കളയാണ്. ഇപ്പോഴും വാഷ് ബേസിനൊക്കെ വെച്ച് ഇവിടെയാണ് പാത്രങ്ങളൊക്കെ മറ്റിടത്തുനിന്ന് കുക്ക് ചെയ്തിട്ട് വന്ന് ഇവിടെ കൊണ്ട് കഴുകുന്നതൊക്കെ. അപ്പം അവിടെ ഡൈനിങ് ടേബിളൊക്കെ അവിടെയാണ് ഇട്ടേക്കുന്നത്. അപ്പം അതും ഇതുപോലെ തന്നെ നല്ലൊരു അടുക്കളയാണ്. അത് ഞങ്ങൾ കുറച്ച് നാളായതേ ഉള്ളൂ ഈ അടുക്കള വെച്ചിട്ട്. അവിടെ വാഷിംഗ് മെഷീനും പഴയ ഫ്രിഡ്ജും പിന്നെ വാഷ് ബേസിനും ഒക്കെ ഇവിടെയാണ്. അപ്പോൾ ബാത്റൂം നമ്മൾ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അകത്ത് തന്നെ. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ ഇവിടെ ഗ്രില്ല് ഓപ്പൺ ഇതാണ് വെച്ചേക്കുന്നത്. പിന്നെ ബാക്ക് സൈഡാണ് പെരയുടെ ഇത്. കിണറും നനകല്ലും ഒക്കെ ഉണ്ട്. ഇവിടെ അടുപ്പ് കൂട്ടിയേക്കുന്നത് കഞ്ഞി വെക്കാനൊക്കെ. കഞ്ഞിയും വെള്ളം തിളപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ വെളിയിലാണ്, ബാക്കിയെല്ലാം അകത്താണ്. ഇതൊക്കെയാണ് നമ്മുടെ വീടും പരിസരമൊക്കെ.